നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക, എല്ലാ നെഗറ്റിവിറ്റീസും റിലീസ് ചെയ്യുക. നന്നായിട്ടൊന്ന് നിങ്ങൾ അതുവരെ വീഡിയോ പോസ് ചെയ്യുക, ഒന്ന് ബ്രീത്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക, 3 ടൈംസ് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കൗൺസിലിംഗ് സെക്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. DM മീൻസ് ഡയറക്റ്റ് മെസ്സേജ്. വാട്സപ്പ് നമ്പർ ഉണ്ട്, ഇത് വാട്സപ്പ് ആണ് കേട്ടോ. വാട്സപ്പ് ഉണ്ട് ഈ നമ്പറിൽ. എല്ലാവരും ചോദിക്കാറുണ്ട് വാട്സപ്പ് ഇല്ലേ? വാട്സപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. പിന്നെ എൻ്റെ പേര് ജിഗിലം ജോയി എന്നാണ് കേട്ടോ. പേരറിയില്ല എന്ന് പലരും പറയാറുണ്ട്. ജിഗിലം ജോയി എന്നാണ്. ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഇതിലും ഉണ്ട്, ജിഗിലം ജോയി എന്നാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽസ് ആണ് വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാരോട്ട് കേട്ടോ. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരിൽ. അത് ഞാൻ ലിങ്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. അതിൽ വേണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിലും നമ്മൾ റീഡിങ്സ് എടുത്ത് കൊടുക്കും കേട്ടോ. ചിലരുടെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് റീഡിങ്സ് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അപ്പം എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയണം എന്ന് തോന്നിയില്ല. അത് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ആരും എന്നോട് അങ്ങനെ ഇത് പറഞ്ഞിട്ടല്ല. ഇൻറ്റ്യൂഷൻസ് എന്നോട് അങ്ങനെ ഗൈഡ് ചെയ്തു, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണ്? പ്രസൻ്റ്ലി അവരുടെ ലൈഫിൽ ഒത്തിരി അധികം ഓബ്സ്റ്റക്കിൾസും ചാലഞ്ചസും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്യൂഷനിലാണ് ശരിക്കും നിൽക്കുന്നുള്ളത്. ഇല്യൂഷൻസ് മീൻസ് വാട്ട്? നമ്മൾ കാണുന്ന മിക്ക കാര്യങ്ങളും ഇല്യൂഷൻസ് ആണ്. നമ്മുടെ ഓവർ തിങ്കിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ. ശരിക്കും അതുണ്ടാവില്ല. ഇപ്പോൾ ഒരു സിറ്റുവേഷൻസ് ലൈഫിൽ ക്രിയേറ്റ് ആവുകയാണ്, നമ്മൾ അതിനു മുമ്പേ ഓവർ തിങ്ക് ചെയ്യും അല്ലേ? അത് ശരിക്കും ഉള്ളതാണോ? അല്ലെങ്കിൽ അത് നടക്കുമോ? ഇല്ല, നടക്കത്തില്ല. അപ്പം നമുക്ക് ഫ്യൂച്ചറൊക്കെ എപ്പോഴും ഒരു ഇല്യൂഷനാണ്. നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ഇല്യൂഷൻസ് ആണ്. അത് അങ്ങനെ ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കണം എന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ്, ഒരു മിറാക്കിൾസ് അവിടെ നടന്നാലോ? ദൈവത്തിൻ്റെ പ്ലാനിങ്ങിലല്ലേ ലൈഫ് നടക്കുന്നത്. അപ്പം എനിക്കിവിടെ ഈ ഒരു എനർജീസിൽ സെൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ഓവർ തിങ്കിങ്സ് പോകുമ്പോഴാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്യുകയാണ് ഭയങ്കരമായിട്ടും. ഇൻറ്റൻസ് ആയിട്ട് എന്തൊക്കെയോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേഴ്സണെ ക്ലോസ് ആയിട്ട് അറിയാൻ പറ്റും. ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. സെയിം കാര്യമാണ് ഇവിടെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ നടക്കുന്നുള്ളത്. ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗൈഡൻസ് തരേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഇവിടെ ആർക്കോ ഒരാൾക്ക് ലൈറ്റ് ഇഷ്യൂസ് ഉണ്ട് നന്നായിട്ട്. ആർക്കോ ഒരാൾക്ക് ഈ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നുള്ളത് കേട്ടോ. പ്രസൻ്റ്ലി ഇപ്പം ബിയോണ്ട് ദി ഇല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജഡ്ജ്മെൻറ്റ് ചെയ്യും അല്ലേ? നമുക്കെപ്പോഴും അങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഇഷ്ടമാണ്. അപ്പം അയൽവക്കത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കും ഒരു പക്ഷേ ഓരോ കാര്യങ്ങൾ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും അല്ലേ? അല്ല നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും പറയുന്നത്. അപ്പം നമ്മൾ അന്നേരം തന്നെ ജഡ്ജ്മെൻ്റ് ഒക്കെ നടത്തി കഴിയും. ലൈക്ക് അതാണ് സംഭവം എന്ന് നമ്മളങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുന്നുണ്ടാവും. ശരിക്കും അതാവില്ല സംഭവം അല്ലേ? അപ്പം നമ്മൾ എല്ലാ കാര്യത്തിനെയും ഒപ്പീനിയൻസ് വൈസിൽ നോക്കിക്കാണുന്നത് കൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാത്തത്. ഈ പറഞ്ഞ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് എല്ലാ ടൈമിലും നമുക്ക് മൈൻഡിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് എല്ലാം ലൈക്ക് ബാലൻസ് എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്ത് നമുക്ക് ബാലൻസ് ആവാൻ പറ്റാത്ത സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഓഷോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ എന്താണ് വേണ്ടത്? ജസ്റ്റ് അതിനെ കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും ലൈക്ക് എന്താണ് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് എന്താണ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. മേ ബി നിങ്ങളുടെ എനർജീസും ആകാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഓവർ തിങ്ക് ചെയ്യുന്നത് ഒത്തിരി അധികം. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളും ആവാം മേ ബി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്.
ഓക്കെ, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവത്തില്ല. ചിലരൊക്കെ വ്യൂവേഴ്സിൻ്റെ എനർജി ഇറ്റ് സെൽഫ് ആയിരിക്കും, ചിലർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവും കേട്ടോ. സോ ആ ഒരു എനർജീസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മൾ തന്നെ സൊസൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഇത് നല്ലതാണ്, ഇത് ചെയ്യുന്ന ആൾ നല്ലതാണ്, ഇത് ചെയ്യുന്ന ആൾ മോശമാണ് അല്ലേ, ഇത് ചെയ്യുന്ന ആൾ നല്ലതാണ്, ഇത് ചെയ്യുന്ന ആൾ മോശമാണ്, എനിക്ക് ഈ ഒരു കാര്യം വേണം, ഇതാണ് ഏറ്റവും ബെറ്റർ, ഇത് എനിക്ക് വേണ്ട കാരണം ഇത് കൊള്ളത്തില്ല. അങ്ങനെയൊക്കെ നമ്മളുടെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു എനർജിയാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്. ശരിക്കും അത് അങ്ങനെയല്ല. ശരിക്കും നമ്മൾ എക്സാക്ട് വാട്ട് ഈസ് ട്രൂത്ത്, അല്ലെങ്കിൽ എന്താണ് ട്രൂ എന്നറിയാൻ പറ്റുമോ നമുക്കറിയാൻ പറ്റും. വാട്ട് ഈസ് ഇല്യൂഷൻ, എന്താണ് ഇല്യൂഷൻ, എന്താണ് ട്രൂത്ത് എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളെപ്പോഴും മൈൻഡ് യൂസ് ചെയ്തിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ റിയൽ ആവണം എന്നില്ല, അതൊക്കെ ഒരു ഇല്യൂഷൻ ആയിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുള്ളിൽ. പിന്നെ കുറേയൊക്കെ സൊസൈറ്റി ഫിയേഴ്സ് അല്ലേ. സോ ഒരു എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്കാണെങ്കിലും ശരി, റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇല്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നമ്മൾ പറയും ഭഗവത്ഗീതയിൽ ദ വേർഡ് ഈസ് മായയാണെന്ന് പറയൂ അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ മെയിനായിട്ടും ഇല്യൂഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇല്യൂഷൻ ഈസ് നോട്ട് എ റൈറ്റ് വേർഡ്, മായ തന്നെയാണ് കറക്റ്റ് വേർഡ്. ശരിക്കും ഇല്യൂഷൻസ് നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്പിരിച്വാലിറ്റി ഗ്രോ ആകുമ്പോൾ ഇല്യൂഷൻസ് ഇല്ലാണ്ടായി മാറും. അതാണ് ഇവിടെ പറയുന്നത്. ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്, തേടയാണത്. കണ്ടില്ലേ, ഈ ഇല്യൂഷൻ മാറണം എന്നുണ്ടെങ്കിൽ തേടയ ആക്ടിവേറ്റ് ആകണം. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്ക് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഐസൊലേഷൻ ഫേസിലാണ് ഈ ഒരു ടൈമിൽ, നല്ല രീതിക്ക് ഐസൊലേഷൻ ഫേസിലാണ്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ആളിവിടെ നിൽക്കുന്നുള്ളത്. നമുക്ക് ഐസൊലേഷൻ ഫേസിൽ കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല അല്ലേ. പലപ്പോഴും നമ്മുടെ ഓവർ തിങ്കിങ്സിൻ്റെ മെയിൻ റീസൺ എന്താണ്, ചിലർ പറയും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രിയിൽ, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ വല്ലാത്തൊരു ആൻസൈറ്റിയിലാണുള്ളത്, എനിക്ക് എന്താ റീസൺ. ശരിക്കും റീസൺ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് ഫിയേഴ്സാണ്, നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഫീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ ഉള്ളത്. ഫോർ സം ഓഫ് യു നിങ്ങളുടെ എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ മിറർ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വെളിയിൽ വരാൻ പറ്റും. ചേഞ്ച് ഫോർ സം ഓഫ് യു. ഇവിടെ ഞാനത് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ വിചാരിച്ചു വേണ്ട, എല്ലാവരും ട്വിൻ ഫ്ലെയിംസ് അല്ലല്ലോ, അപ്പോൾ നമുക്ക് ആ ഒരു ഗൈഡൻസിലേക്ക് പോകണ്ടെന്ന് ഞാൻ വിചാരിച്ചു. റോങ് ആയിട്ടൊരു ഗൈഡൻസ് കിട്ടണ്ട എന്ന് വിചാരിച്ചു. സോ എന്തായാലും ഇവിടെ എനർജീസ് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷനിലായിരിക്കാം. ഓക്കെ, സോ ഒരു എനർജീസ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസിലാണെങ്കിലും ശരി, ഇവർ ആഗ്രഹിക്കുന്ന എന്താണ്, അബണ്ടൻസ് ആണ്. അബണ്ടൻസ് മീൻസ് വാട്ട്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പീസ് പോലും നമുക്ക് അബണ്ടൻസ് ആണ്. ഓക്കെ, നമ്മൾ സമാധാനത്തോടെ ഒരു നേരം നമുക്ക് ഇരിക്കാൻ പറ്റുവാണ്, അതാണ് ഏറ്റവും വലിയ അബണ്ടൻസ്. ഒരു ക്യാഷൊക്കെ അബണ്ടൻസ് ആണ്, പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവർക്ക് ഈ ഒരു മൊമെൻറ്റിൽ വേണ്ടത്, അതാണ് അവർക്ക് അബണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ, ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് ക്യാഷ് ഇമ്പോർട്ടൻ്റ് ആണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, പീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അബണ്ടൻസ്. അങ്ങനെ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻസ് അത് ചേഞ്ച് ആകണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതാണ് ഈ ഒരു പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷനായിട്ട് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ എഗെയിൻ ഇത് കണ്ടില്ലേ, ഈ ഒരു കാർഡ്സ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാർഡാണ്. ഇതും ഇല്യൂഷൻ്റെ കാർഡാണ് കേട്ടോ. ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതും ഇല്യൂഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ശരിക്കും മനസ്സ് പറയുന്നു നിങ്ങളുമായിട്ട് കണക്റ്റ് ആവണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ മൈൻഡ് പറയുന്നു വേണ്ട, ഈഗോ പറയാണ് വേണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുള്ളും ആയിരിക്കും. ഇത് ഈഗോ കൊണ്ടാണ്, ഈ ഒരു വ്യക്തിയുടെ ഈഗോ കൊണ്ടാണ് നിങ്ങളെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്. അതാണ് ഈ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ. Give me one card, only one card, please guide me. ഫോർ സം ഓഫ് യു റീഡിങ് കാണുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒത്തിരിയധികം ചാരിറ്റീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചാരിറ്റി എന്തുകൊണ്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടതിന് ശേഷം ചാരിറ്റി ചെയ്യാൻ തുടങ്ങിയതാണ്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവും, ചാറ്റ് ചെയ്തേ പറ്റുള്ളൂ. കുറച്ച് പേരൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് റീഡിങ് തുടങ്ങിയ ടൈം മുതൽ നമ്മുടെ ഡെയിലി ഫോളോവേഴ്സ് ആണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. സി റെസിപ്റ്റിവിറ്റിയുടെ കാർഡാണ് വന്നിട്ടുള്ളത്. റെസിപ്റ്റിവിറ്റി മീൻസ് വാട്ട്? അവെയർനെസ്സിൻ്റെ കാർഡ് ബോട്ടംസിൽ വന്നിട്ടുണ്ട്. സോൾ അവേക്കനിങ് ആണ് അവെയർനെസ്സിനെ കാണിക്കുന്നുള്ളത്. കണ്ടില്ലേ, അവെയർനെസ്സിൻ്റെ എനർജീസ്. സോ ഈ അവേക്കനിങ് ഫേസിലേക്ക് വരണം. നിങ്ങളുടെ പേഴ്സൺ മേ ബി ഒരു അവേക്കനിങ് ഫേസിലേക്ക് വരാതിരിക്കാം. ഡസൻറ്റ് മാറ്റർ, അവർ ചിലപ്പം സ്പിരിച്വൽ ആയിരിക്കാം, അല്ലായിരിക്കാം. അവെയർനെസ്സിലേക്ക് ഏതൊരു ജീവിക്ക് വേണമെങ്കിലും അവെയർനെസ്സിലേക്ക് വരാം അല്ലേ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടും ഓപ്പൺ ആണ്. പക്ഷെ ചില ആളുകളൊക്കെ ചില എന്നൊക്കെ പറയുന്നത് വെച്ച് ചോസ്ഡ് വൺസ് അങ്ങനെ ഉണ്ട്. പക്ഷെ ഏതൊരു വ്യക്തി പോലും സ്പിരിച്വൽ ആവാറുണ്ട് അല്ലേ, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള തലത്തിലേക്ക് വരാറുണ്ട്. സോ ഈ ഒരു വ്യക്തിയിൽ ഒത്തിരിയധികം അവെയർനെസ് വരികയാണ് ഈ ഒരു ടൈമിൽ. ചേഞ്ചസ് ആഗ്രഹിക്കുകയാണ്. അതായത് ഈ പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു ഇല്യൂഷനെ ബ്രേക്ക് ചെയ്ത് ട്രൂത്ത് കാണാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുകയാണ്. അതിൻ്റെ ആ ഒരു നമ്മൾ പറയത്തില്ലേ, ഒരു മേ ബി ഈ ഒരു വ്യക്തി മേ ബി എപ്പോഴും ടേക്കർ ആയിരിക്കാം. ടേക്കർ എന്നുള്ളൊരു എനർജിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടേക്കർ എന്നുള്ളൊരു എനർജിയിൽ നിന്ന് ഈ ഒരു വ്യക്തി ഗിവർ എന്നുള്ളൊരു എനർജിയിലേക്ക് നിൽക്കാൻ പോവുമായിരിക്കാം. സോ ലൈക്ക് ആ ഒരു എനർജി ഷിഫ്റ്റാണ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ. ടേക്കർ ഗിവർ ആകുക എന്ന് പറയുന്നത് വലിയൊരു ഷിഫ്റ്റാണ് അല്ലേ. ആ ഒരു ഷിഫ്റ്റാണ് നിങ്ങളുടെ റിലേഷനിൽ പ്രസൻ്റ്ലി വരാൻ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ല, നിങ്ങളെപ്പോഴും ഗിവറായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ടേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേക്കർ ആവുക. ഇനിയും കൂടുതൽ ഗിവ് ചെയ്യാതിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ രണ്ടിൻ്റെയും മീനിങ് എന്താണെന്ന്? സോ എപ്പോഴും ഒരാൾ ഗിവർ അല്ലെങ്കിൽ ഒരാൾ ടേക്കർ, ഒരാൾ ഗിവർ അങ്ങനെ ആവണം എന്നില്ല. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ ആവശ്യമില്ല. സോ നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിൽ ഗിവർ എന്നുള്ളൊരു എനർജിയിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ ആ ഒരു ഗിവർ എന്നുള്ളൊരു എനർജി വരെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ സ്ട്രോങ് ആയിട്ട് ചേഞ്ചസ് വരാൻ പോവുകയാണെന്ന്. സോ അവർ എനർജീസാണ് നമുക്കിവിടെ ഈ ഒരു വ്യക്തിയിൽ സെൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. വാട്ടർ സൈൻ ആക്റ്റീവാണ് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജീസ് ഇവിടെ ആക്റ്റീവാണ്. മിഡിൽ ഓഫ് ദി ഡെക്കിൻ്റെ എനർജീസ് നോക്കാം. ബ്രേക്ക് ത്രോ എനർജീസ് ആണ് നമുക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് നമുക്ക് ടാറോട്ട് വെച്ച് നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻസ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണ്? ഇവിടെ എനിക്ക് 11 ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും റീയൂണിയൻ പോസിബിൾ ആവും കേട്ടോ. ഇവിടെ കാർഡ്സും വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരിയധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ഈ ഒരു വ്യക്തി ഹേർട്ട് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ എഗെയിൻ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവില്ല. ഓക്കെ, എന്താണെങ്കിലും ഇപ്പം നിങ്ങളുടെ റിലേഷനിൽ ഒരു മേജർ എൻഡിങ്സ് സംഭവിച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരും, കമ്മ്യൂണിക്കേഷൻ വരും. ഒരു വ്യക്തി മേ ബി നിങ്ങളെ കോൾ ചെയ്യും, അല്ല മെസ്സേജ് ചെയ്യും. ഐ ഡോണ്ട് നോ. നിങ്ങളെല്ലായിടത്തും പിടിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇമെയിൽ വഴി പോലും ഇപ്പോൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇമെയിൽ വഴി പോലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമെയിലിന് റിപ്ലൈ വരുന്നുണ്ടാവും, ഒരു വ്യക്തി ഇമെയിലിൽ റിപ്ലൈ തരുന്നുണ്ടാവും. ഓക്കെ, ഇത്ര നാൾ റെസ്പോണ്ട് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കിവിടെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ടും ആളുടേതായിട്ടുള്ള മേ ബി നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നുള്ളത്, റീഡിങ്സ് നോക്കുന്നുള്ളത്. ഇപ്പോൾ സം ഓഫ് നിങ്ങൾ നിങ്ങളുടെ മകന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു റീഡിങ് നോക്കുന്നുള്ളത്. മകൻ മേ ബി വൈഫിൻ്റെ കൂടെ പോയിട്ടുണ്ടാവും, നിങ്ങളെ മൈൻഡ് ചെയ്ത് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും മകനെ വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ വാട്ട് എവർ യുവർ സിറ്റുവേഷൻസ്. സോ ഈ ഒരു ടൈമിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ കെയർ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഫോർ സം ഓഫ് എനിക്ക് തോന്നുന്നു നിങ്ങൾ മാരീഡ് ആയിട്ടുള്ളൊരു വുമണാണ്, നിങ്ങൾ പ്രഗ്നൻറ്റ് ലേഡി, നിങ്ങൾ സെപ്പറേഷൻ ഫേസിലാണ് ഹസ്ബൻഡുമായിട്ട്. ഇവരുടെ മദർ ഇഷ്യൂസ് കൊണ്ടായിരിക്കും നിങ്ങൾ സെപ്പറേഷൻ ഫേസിലേക്ക് പോയിട്ടുള്ളത്. യു ഓൾവേസ് ലൈക്ക് എംപ്രസ്. ഡസൻറ്റ് മാറ്റർ നിങ്ങൾ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നല്ല രീതിക്ക് ഒരു ഫെമിനൻ സൈഡുണ്ട്, ഫെമിനിറ്റി ഉണ്ട്
സോഫ്റ്റ്വെയർ സൈഡുണ്ട്. ഓക്കെ, അതങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ ബ്ലോക്ക് ചെയ്യാതെ നിങ്ങൾക്ക് അതിനെ ലിസൺ ചെയ്യാൻ പറ്റണം കേട്ടോ. ആ ഒരു എനർജിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി. ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു ഫെമിനൻ എനർജിയിൽ അവർ നിൽക്കുമ്പോഴാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ക്യാരക്ടർ ഇല്ല എന്നല്ല, ഫെമിനിറ്റിയിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് ഇവനെന്താ ഇങ്ങനെ ഇത്ര ഇമോഷണൽ ആയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊന്ന് കരയാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു വേറൊരാളുടെ ഇമോഷൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അതൊക്കെ വലിയൊരു ക്വാളിറ്റിയാണ് കേട്ടോ. അതൊക്കെ എത്രയോ ആളുകൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് പോലും എന്താ വരുന്ന ആളുകൾക്കാണ് അങ്ങനെ ഒരാളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക. ഇപ്പം നിങ്ങൾ ബോൺ ചെയ്ത ടൈം മുതൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ പെയിൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഫെമിനൻ സൈഡിനെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ നിങ്ങളൊരു മെയിലാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് നിങ്ങളുടെ. മേ ബി സൊസൈറ്റി നിങ്ങളോട് പറയുന്നത് എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തി ചോദിക്കുന്നുണ്ടാവും എന്താ നിങ്ങളൊരു ഫെമിനിനെ പോലെ പെരുമാറുന്നത്, പെണ്ണുങ്ങളെ പോലാണല്ലോ, ഇമോഷണൽ ആണല്ലോ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ, അത് ഇത്ര മോശമായിട്ടുള്ള ക്വാളിറ്റികൾ, അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫെമിനൻ സൈഡിൽ നിൽക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത്. അതൊരു ബ്ലെസ്സിങ്സ് ആണ്. ഫെമിനൻ എനർജി അത്രയും മോശമായിട്ടുള്ള ഒരു എനർജീസ് അല്ല, ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഫെമിനൻ എനർജി. അതിൽ നമ്മൾ ഡിവൈൻ മസ്കുലൻ എനർജിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ മസ്കുലൻ എനർജിയിൽ നിൽക്കുമ്പോൾ എല്ലാ എനർജീസിനെയും ഇമോഷൻസിനെയും സപ്രസ് ചെയ്ത് ട്രോമ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതേസമയം ഫെമിനൻ സൈഡിൽ നിൽക്കുമ്പോഴേക്കും അവർ ശരിക്കും ഈ മസ്കുലൻസ് ഒക്കെ പൊതുവേ അവർക്കൊക്കെ ജസ്റ്റ് കരഞ്ഞാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ മനസ്സത്രയും കല്ലായിട്ട് ഒരാളെ സ്നേഹിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ട്രോമ സൈഡിൽ നിന്ന് വെളിയിൽ വരാനായിട്ടോ പോലും അവർക്ക് പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്കത് പറ്റുന്നുണ്ട്. നിങ്ങൾ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഡസൻ മാറ്റം, നിങ്ങൾക്ക് കരയാൻ പറ്റുന്നുണ്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നുണ്ട്, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അത് മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നതൊക്കെ വലിയൊരു ക്വാളിറ്റീസാണ്. സൊസൈറ്റി മേ ബി അത് നിങ്ങളെ എന്താ പറയുക, നിങ്ങൾക്ക് പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു എന്താ പറയുക, ഒരു മനക്കെട്ടിയില്ല, ഇമോഷണലാണ്, അതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇതാക്കുമായിരിക്കും. അവരുടെ ഉള്ളിൽ ആ ഒരു ക്വാളിറ്റി ഇല്ലല്ലോ. അത് എത്ര ജന്മം തപസ്സിരുന്നാലാണ് അങ്ങനെ ഒരു ക്വാളിറ്റി കിട്ടുന്നത്. ശരിക്കും അത് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് ആണ്. ഐ ഡോണ്ട് നോ ഞാൻ എന്തിനാണ് ഇപ്പോൾ പറയുന്നത്, പക്ഷെ ഇത് കേൾക്കേണ്ട ഒരു ആവശ്യം ആർക്കും ഒരാൾക്കുണ്ട്, ഏതോ ഒരു സോളിനുണ്ട്. മേ ബി എന്നിലൂടെ അത് കേട്ടിട്ട് ആ ഒരു കോൺട്രാക്ട് ഫിനിഷ് ചെയ്യാനായിട്ടായിരിക്കാം മേ ബി അത് ആഗ്രഹിക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗൈഡൻസ് ഈ ഒരു ടൈമിൽ പറഞ്ഞത് കേട്ടോ. പൊതുവെ നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒന്നും പറയാറില്ല, പക്ഷെ എൻ്റെ ഇൻഡ്യൂഷൻ ഗൈഡ് ചെയ്തു ഇങ്ങനെ ഒരാൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അവർ ഭയങ്കര ഇമോഷണലാണ്. എനിക്കൊരു മെയിൽ എനർജിയുടെ കാര്യമാണ് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. നീ ഭയങ്കര ഇമോഷണലാണ്. മേ ബി അവരുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെ ഫാമിലിയിലുള്ളവരായിരിക്കാം ഇമോഷണലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയങ്കരമായിട്ടും നെഗറ്റീവായിട്ടുള്ള രീതിക്ക് സംസാരിച്ചിട്ട് വെച്ചിട്ടുള്ളത്, നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ളത്. സോ അത് മാറ്ററല്ല. സൊസൈറ്റി എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അവർക്ക് അങ്ങനെ പറയാനായിട്ടുണ്ടാവുള്ളൂ. നമ്മൾ നമ്മളായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സെൽഫ് ലവ്. ഏറ്റവും വലിയ എന്താണ്, നിങ്ങൾ കമൻറ്റ് പറയാം കേട്ടോ. അതൊരു ബ്ലെസ്സിങ് ആണ്. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക, എപ്പോഴും നന്ദി പറയുക. പക്ഷേ നമ്മുടെ ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട്, അവരുടെ ഇമോഷൻസിനെ അറിയാൻ പറ്റുകയും സ്നേഹിക്കാൻ, ഓപ്പണായിട്ട് സ്നേഹിക്കാൻ, മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റിയ ആളുകളെ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിക്ക് ഇപ്പോൾ അത് ആവശ്യമാണ്. മനുഷ്യത്വമുള്ള മനുഷ്യരെ സൊസൈറ്റിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് മിക്ക ആളുകളും സ്പിരിച്വാലിറ്റിയിലേക്ക് യൂണിവേഴ്സ് തന്നെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളെ ആക്ഷൻസ് വരും, പക്ഷെ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും കേട്ടോ. കറണ്ട് സിറ്റുവേഷൻസിൽ ഇവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തന്നെയാണ് ഇവർ ചിന്തിക്കുന്നുള്ളത്. അപ്പം ഇവർക്കിപ്പം വേറെ ഓപ്ഷനില്ല. നിങ്ങളെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ എത്രയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനാണ് ഈ ഒരു ടൈമിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. സോ നിങ്ങൾ ഈ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻസ് അയാൾ അനങ്ങുന്നില്ലല്ലോ, അല്ലെങ്കിൽ ലേഡി അനങ്ങുന്നില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഡൗൺ ആയിട്ടൊന്നും ഇരിക്കേണ്ട. അനങ്ങിക്കോളും കേട്ടോ. അനങ്ങില്ല, യൂണിവേഴ്സ് അനങ്ങിക്കോളും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യം ചെയ്യുക, നിങ്ങളെ കർമ്മങ്ങൾ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ചാരിറ്റി ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ചാരിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഓടുന്നുണ്ടാവും. വലിയൊരു ചാരിറ്റി ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ ഒരാൾക്ക് ഒരു നേരത്തേക്കുള്ള ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ തന്നെ നിങ്ങളുടെ കർമ്മം റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഫിനിഷ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് മോക്ഷം കിട്ടാൻ നമ്മൾ റീബർത്ത് എടുക്കുന്നത്. സോ കർമ്മങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള എല്ലാവരും
നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തികളായിട്ട് സൊസൈറ്റിക്കൊക്കെ എന്തെങ്കിലും യൂസ്ഫുള്ളൊക്കെ ആയിട്ട് തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത് ഞാൻ കുറേ ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. സോ അപ്പം എല്ലാവർക്കും റീഡിങ്സ് യൂസ്ഫുൾ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ടോപ്പിക്ക് നമ്മളിത് ക്ലോസ് ചെയ്യുകയാണ് റീഡിങ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസ് ആവശ്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.